തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് അമ്മ താഴേക്കിട്ട കുട്ടിയെ വഴിപോക്കൻ സാഹസികമായി രക്ഷപ്പെടുത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച അൽനുഐമിയ മേഖലയിലെ ഫ്ളാറ്റ് കെട്ടിടത്തിന് തീപിടിച്ചപ്പോൾ ഒരു 3 വയസ്സുകാരനെ രക്ഷിക്കാനായി ഏഷ്യക്കാരിയായ അവന്റെ അമ്മ അവനെ ഫ്ളാറ്റിന് മുന്നിലുള്ള വഴിയിലൂടെ പോവുകയായിരുന്ന ഒരു വഴിപോക്കന്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. 2ാം നിലയിൽ നിന്നും ആ വഴിപോക്കന്റെ കൈകളിലേക്ക് തന്നെ കൃത്യമായി വന്ന് വീണതിനാൽ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ തൊട്ടു പിന്നാലെ ചാടിയ അമ്മയ്ക്ക് സാരമായി പരിക്കേറ്റു. ഫ്ളാറ്റിന്റെ 2ാമത്തെയും 3ാമത്തെയും നിലകളിൽ നിന്ന് താഴേക്ക് ചാടിയ ഒരു അറബി വനിതയ്ക്കും മറ്റൊരു പുരുഷനും ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ട്. അവരെ ഖലീഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിലെ വൻ പുകയ്ക്കുള്ളിൽ അകപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിലെ 7 പേരെ അജ്മാൻ സിവിൽ ഡിഫൻസിന്റെ റെസ്ക്യൂ യൂണിറ്റ് രക്ഷപ്പെടുത്തി. അപകടത്തിൽ കെട്ടിടം ഭാഗികമായി കത്തി നശിച്ചു. പ്രസ്തുത കെട്ടിടത്തിലെ ഓപ്പറേഷൻസ് റൂമിൽ തീപിടിച്ചതായി ഞായറാഴ്ച രാത്രിയാണ് വിളിച്ചു പറഞ്ഞതെന്ന് അജ്മാനിലെ ഫയർ സ്റ്റേഷനുകളിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ റയ്യദ് അൽ സാബി പറഞ്ഞു. അഗ്നിശമന പ്രവർത്തകരും പോലീസ് സംഘവും നാഷണൽ ആംബുലൻസും സ്ഥലത്ത് കുതിച്ചെത്തി. പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനും കെട്ടിടത്തിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനും കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വാഷിംഗ് മെഷീനിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് കണ്ടെത്തി. പ്രസ്തുത കെട്ടിടത്തിലെ കോറിഡോറിൽ വെച്ചിരുന്ന ഫ്രിഡ്ജിലേക്ക് തീ പടർന്നതാണ് അഗ്നി വ്യാപിക്കാൻ കാരണമായതെന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു. അപകട സ്ഥലം സുരക്ഷിതമാക്കിയതിനു ശേഷം തുടരന്വേഷണങ്ങൾക്കായി റെസ്ക്യൂ പ്രവർത്തകർ കെട്ടിടം അഗ്നിശമന വിദഗ്ധർക്ക് കൈമാറിയെന്നും അദ്ദേഹം അറിയിച്ചു. കെട്ടിടങ്ങളുടെ കോറിഡോറുകളിലും എമർജൻസി എക്സിറ്റുകളിലും വസ്തുക്കൾ കൊണ്ടുവയ്ക്കരുതെന്നും വൈദ്യുത ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് വസ്തുക്കളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും കെട്ടിടത്തിലെ താമസക്കാരോട് അദ്ദേഹം നിർദ്ദേശിച്ചു. തീപിടുത്തം പോലെയുള്ള അപകടങ്ങളുടെ സമയത്ത് കെട്ടിടം ഒഴിപ്പിക്കുന്നതിന് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.